ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരുലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാവൽ ബ്ലോഗ്സോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഫുഡ് ബ്ലോഗ്സോ കാര്യങ്ങളൊന്നുമല്ല. ഗൈസ് ഒരു സീരിയസ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും നമ്മുടെ ടി വി കാണുകളൊക്കെ ആണെങ്കിലും ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം കാണുന്നത് വെച്ചാൽ നമ്മുടെ കുറേ നമ്മുടെ ഇല്ലീഗലായിട്ടുള്ള കുറച്ച് കഞ്ചാവ് MDMA അങ്ങനത്തെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് അമ്മമാരെ തല്ലിക്കൊല്ലുക, നമ്മുടെ സ്വന്തം അനിയന്മാരെ അടിച്ചുകൊല്ലുക, അങ്ങനത്തെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ കൊച്ചിയിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ നിങ്ങൾ. പക്ഷേ അതിനെപ്പറ്റി എനിക്ക് എന്താ പറയുക, നമ്മുടെ ഈ ചാനൽ വഴി എനിക്ക് ജസ്റ്റ് പറയാൻ വേണ്ടെന്ന് വെച്ചാൽ ഐസ് നമുക്ക് മനസ്സനുവദിക്കണം. വേറെ ഒന്നല്ല, നമ്മുടെ ചാനൽ കാണാറൊക്കെ അറിയാം. നമ്മുടെ എന്താ പറയുക ടോട്ടലി ഫണ്ട് നമ്മുടെ ഫുഡ് ബ്ലോഗ് ആണെങ്കിൽ ട്രാവൽ ബ്ലോഗ് കാര്യങ്ങളൊക്കെ ഇട്ടണം കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് ഈ വ്ലോഗും കാര്യങ്ങളൊക്കെ ഇട്ടണമെന്ന് തോന്നി. വേറെ ഒന്നല്ല, ഇത് കുറച്ചും കൂടി എനിക്കിത് അത്ര ഫീൽ ആയതുകൊണ്ടാണ് കിട്ടുന്നത് കേട്ടോ. വേറെ ഒന്നല്ല, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണുമല്ലോ. സ്വന്തം അമ്മേനെ അടിച്ച് കൊല്ലുക, അതും ഇതുപോലെ ലഹരിയും കാണൊക്കെ യൂസ് ചെയ്തിട്ട്, എന്നിട്ടും സ്വന്തം ബോധമില്ലായ്മ കൊണ്ട് ചെയ്യണ ഒരു കാര്യങ്ങളാണ്. സ്വന്തം അനിയനെ അടിച്ചു കൊല്ലുക, അതും അവന് ഫുഡ് വാങ്ങിച്ച് കൊടുത്ത ശേഷം അടിച്ചു കൊല്ലുക. അങ്ങനത്തെ കുറച്ചെന്നല്ല കുറേ അധികം ഇഷ്യൂസുകളൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ നമുക്ക് നമ്മുടെ കൊച്ചി തന്നെ കുറേ ഇഷ്യൂസുകളൊക്കെ കേട്ട് കാണുമല്ലോ നിങ്ങൾ എന്താ സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാവരും ഇപ്പോൾ നോർമലി ഒരു ഡേ ഫുൾ ഒരു ഹാഫ് ഡേ വരെ എന്താ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാ അപ്ഡേറ്റ്സ് അപ്പം കിട്ടുമല്ലോ. അപ്പം എന്നാലും നമുക്കൊന്ന് പറയാനാണ് എന്താണ് നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഞാനൊക്കെ നടക്കണം. വേറെ ഒന്നല്ല, എനിക്കിത് പറയണോ. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടുകൊണ്ട് ഈ വീഡിയോ താഴത്ത് കുറേ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരും. ഇവന് വേറെ പണിയില്ലേ, അല്ലെങ്കിൽ ഇവനെന്ത് ഇങ്ങനെയൊക്കെ പറയണത്, അല്ലെങ്കിൽ ഇതൊക്കെ പറയും ഇവനാരാ, അങ്ങനത്തെ കുറേ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരും. വേറെ ഒന്നല്ല, വി ഡോണ്ട് കെയർ ഗൈസ്. അങ്ങനെ പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ തന്ത വൈബ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാരാണ് ഗൈസ്. വി ഡോണ്ട് കെയർ. കാരണം ഞാൻ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ ചാനൽ വഴി എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും ഗൈസ്. വേറെ ഒന്നല്ല, ഇപ്പം നമ്മുടെ ഈ കൊച്ചിയിലാണെങ്കിലും ഈ എന്താ പറയുക കഞ്ചാവാണെങ്കിലും MDMA കാര്യങ്ങളൊക്കെ ഈസി ടു അവൈലബിൾ ആണ്. വേറെ ഒന്നല്ല, ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മുടെ എന്താ പറയുക ഗവൺമെൻറ് സൈഡിലാണെങ്കിലും നമ്മുടെ പോലീസുകാരാണെങ്കിലും എക്സൈസുകാരാണെങ്കിലും എന്തൊക്കെ ചെക്കിങ്ങോ അതുപോലെ എന്തൊക്കെ ഹൈഡ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ വന്ന് ചെക്ക് ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല കേസ്. ഇത് ഓരോ ദിവസം ഡേ ബൈ ഡേ വെച്ച് നമുക്ക് ഇതിന്റെ കേസസ് കൂടിക്കൂടി വരും കേസ്. വേറെ ഒന്നുമല്ല, ഇത് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും യൂസ് ചെയ്യാണ്ടിരിക്കില്ല കേസ്. അതാണ് മെയിൻ എൻ്റെ ഹൈലൈറ്റ്. നമുക്ക് യൂസ് ചെയ്യണവർ പറയാൻ അതൊക്കെ ഒന്ന് കുറയ്ക്കുക, അത്ര മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പോട്ടെ, അവർ യൂസ് ചെയ്തോട്ടെ. കാരണം അവർക്ക് മറ്റുള്ള ആൾക്കാരുടെ മെക്കിട്ട് കയറാണ്ടിരിക്കുക കേസ്. വേറെ ഒന്നുമല്ല, ഇപ്പൊ അവൻ യൂസ് ചെയ്തുകൊണ്ട് അവനെ നശിക്കുന്നുള്ളൂ, അവന്റെ സറൗണ്ടിങ്സിലേക്ക് ആൾക്കാരെ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അത്ര ഇപ്പൊ ഗൈസ് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ അവൻ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ വെറുതെ അവൻ എന്തോ ഭ്രാന്ത് കാണിച്ച്, അവൻ അങ്ങനെ കാണിച്ച്, അവൻ ഇങ്ങനെ കാണിച്ച്, ഒരു എന്താ പറയുക ഗൈസ്, ലൈഫ് ഒറ്റ ഒന്നുള്ളൂ. എന്തെങ്കിലും കാണിച്ച് സ്പോയിലായി പോയി കഴിഞ്ഞാൽ അത് പോയതാണ്, നമുക്ക് പിന്നീട് കിട്ടാത്തൊരു കാര്യമാണ് ലൈഫ്. എന്താ പറയാ, ഇപ്പൊ ഇങ്ങനത്തെ കുറെ ആ ഒരു ലഹരിയുടെ പുറത്ത് ചിലപ്പോൾ കാണിച്ചതായിരിക്കും, പിന്നീട് അവന് ബോധം വന്ന് വേണ്ടായിരുന്നു എന്നിട്ട് കാര്യമില്ല ഗൈസ്. വേറെ ഒന്നുമല്ല, ആ ഒരു പയ്യനെ എന്തൊരു ഫുഡ് വാങ്ങിച്ച് കൊടുത്ത ശേഷമാണ് അവനെ ചേട്ടൻ അടിച്ചു പോകുന്നതാണ് ആ ന്യൂസിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അതാണ് ഗൈസ് മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ഫുഡ് അവന് ഭക്ഷണം വാങ്ങിച്ച് കൊടുത്ത ശേഷം അവനെ അടിച്ച് കൊന്നു കളയുമ്പോൾ അവൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത്. ഇപ്പൊ സ്വന്തം അമ്മയെ തല്ലിക്കൊല്ല, എന്തൊക്കെ ഇഷ്യൂസ് ആണല്ലോ കേൾക്കുന്നത്. വേറെ ഒന്നും ഇതൊക്കെ യൂസ് ചെയ്തോട്ടെ, ആൾക്കാരെ നശിച്ചോട്ടെ. കാരണം വേറെ ഒന്നുമല്ല, നമ്മളെ കൊണ്ടുവന്നത് എന്താ പറയാ തടയാൻ പറ്റായികയൊന്നുമില്ല. നമ്മൾ പല ആൾക്കാരും ഇങ്ങനെ എല്ലാ ആൾക്കാരും പോട്ടെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമ്മളിപ്പോൾ നമ്മുടെ എന്താ പറയുക ഗവൺമെന്റ് പോലീസുകാരാണെങ്കിലും ഇതിനൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷനും ഞങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അവനവൻ തന്നെ വിചാരിക്കണം നന്നാവണമെങ്കിൽ, അല്ല നമ്മുടെ ഗവൺമെന്റോ നമ്മുടെ എക്സൈസുകാരോ അല്ലെങ്കിൽ നമ്മുടെ പോലീസുകാരോ കാര്യങ്ങളൊന്നും നമ്മളെ പിടിച്ചിട്ട് നമ്മളെ എന്താ പറയാ ഇപ്പൊ ജയിലിലേക്ക് കൊണ്ടിട്ടോ ഉപദേശിച്ചിട്ടോ അടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. പിന്നെയും നമുക്ക് മുക്കിലും മൂലയിലും കാര്യങ്ങളൊക്കെ കിട്ടും. അതാണ് അതിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞോ. അപ്പൊ നമ്മുടെ ചാനലിൽ കൂടെ എന്താ പറയാ ചെറിയൊരു അവയർനെസ് പോലെ നമ്മൾ ചെയ്യണം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മ എന്താ പറയാ എല്ലാവരും അങ്ങ് നമുക്ക് പുറകെ നടന്ന് നമുക്ക് നന്നാക്കാൻ വേണ്ടി നേരില്ല കേസ്. അപ്പൊ എന്തായാലും ഒരാളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കി നിൽക്കുക. ഇപ്പൊ ആരെങ്കിലും യൂസ് ചെയ്യണത് തന്നെ എന്താ പറയാ ഇതൊക്കെ ഉപയോഗം കുറയ്ക്കാൻ പറയാം. വേറെ ഒന്നും നമുക്ക് സഡൻ ആയിട്ട് നിർത്താൻ പറഞ്ഞാൽ ആരും നിർത്താൻ പോലുള്ള കേസ്. നമുക്ക് എന്താ പറയാ കണ്ടിന്യൂസ്ലി ചെയ്യണ ഒരു പ്രവൃത്തി പെട്ടെന്ന് ഒരു സഡൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാൻ ആർക്കൊന്നും പറ്റില്ല. അപ്പൊ അതൊന്ന് കുറയ്ക്കാൻ നോക്കുക. വേറെ ഒന്നുമല്ല, നമ്മുടെ ചുറ്റുപാട് പോലീസാണെങ്കിലും എക്സൈസ് ഓഫീസേഴ്സ് ആണെങ്കിലും എന്താ പറയാ ഇതൊക്കെ നോക്കാൻ വേണ്ടി ഉണ്ട് കേസ്. എന്നാൽ അവരെ കൊണ്ട് എന്താ പറയാ
അവരെന്തായാലും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉണ്ടാവും. എന്നാലും നമ്മൾ ഈ സാധനം യൂസ് ചെയ്ത് നമ്മുടെ ലൈഫ് തന്നെയാണ് സ്പോയിലായി പോണേ. വേറെ ഒന്നുമല്ല. അപ്പൊ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. വേറെ ഒന്നുമല്ല, നമുക്കൊന്നും ഇനിയിപ്പോ കൂടെ നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതാണ് മെയിൻ പ്രശ്നം. ഈ ഒരു ഇഷ്യൂ രണ്ട് സംഭവിച്ചു പോയി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അത്രയ്ക്ക് ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ എന്തോപോലെ വിഷമമായി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ യങ്സ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ തോന്നും ഗൈസ്, അവരുടെ പ്രായത്തിനാണ്. അപ്പൊ എന്തായാലും നമുക്ക് പറയാം, എന്തായാലും പറയാം ഗൈസ്. വേറെ ഒന്നുമല്ല, എന്റെ ചാനലിൽ കൂടെ എനിക്കെല്ലാം പറയാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നാലും പറയും. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ആരെയൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ എന്താണ് ഇപ്പൊ ഇങ്ങനത്തെ കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് എന്തായാലും ഒന്ന് നോക്കി കണ്ടൊക്കെ നടക്കുക. അപ്പൊ എന്തായാലും കട്ടി. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ആരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇതാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആരൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ള അവരവർക്ക് തന്നെ അറിയാം. അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് ഉപയോഗങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ള ഗൈസ്. നമ്മളിപ്പോൾ ഓവറായിട്ട് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയാലും കാണാൻ നിങ്ങൾക്കാണെങ്കിലും ബോറടിക്കുന്ന അറിയാം. എന്നാലും നമ്മൾ എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ എന്തായാലും അതൊന്ന് മൈൻഡിൽ വെക്കുക. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയും വരും തലമുറ കാര്യങ്ങളൊക്കെ ഇതിന്റെ അപ്പുറം കേസ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പം എന്തായാലും ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഇപ്പൊ നമ്മ നാളെ നമുക്ക് ഇതിന്റെ വലുത് കേട്ട് നമുക്ക് പിന്നെ താങ്ങാൻ പറ്റുന്ന തരില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഒരു കുടുംബത്തിൽ തന്നെ 4-5 പേര് ഒന്നിച്ച് കൊന്നൊക്കെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കേട്ട്. അപ്പൊ അതും കൂടി കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് വേറെ ഒന്നുമല്ല, എന്തായാലും മരണമാണല്ലോ. അതുകൊണ്ട് അങ്ങനെ എടുത്ത് പറയാത്തത്. പിന്നെ ഒരു ചെറിയൊരു പയ്യന്റെ കേസ് എടുത്ത് പറഞ്ഞ ആ ചെറിയ പയ്യനായതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും അവനവന്റെ ജീവന് വിലയുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കുക. യൂസ് ചെയ്യുന്ന ആൾക്കാരൊന്ന് കുറയ്ക്കാൻ പറയുക. വേറെ ഒന്നുമല്ല, യൂസ് ചെയ്യണതുകൊണ്ട് അവരവരുടെ ലൈഫ് തന്നെ സ്പോയിലായി പോകണം. അതൊന്നും അവർക്ക് കുഴപ്പമില്ല, പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. വന്നാലും ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും ഒന്ന് മസ്റ്റായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങളോട് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. വേറെ ആർക്കും അല്ല നഷ്ടം. എന്തായാലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് നഷ്ടമുള്ളത്. അതൊന്നും മൈൻഡിൽ വെക്കുക. വേറെ ഒന്നല്ല. അപ്പൊ അടുത്തൊരു വീണ്ടും കാണാം. നമ്മൾ പറഞ്ഞ് നീട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ നമ്മുടെ വീഡിയോ കാണാൻ വൈൻഡപ്പ് ചെയ്യണ്ടോ. അപ്പൊ അടുത്തൊരു വീണ്ടും കാണാം. അതുവരെ ബൈ.